ഈ റഷ്യ ഉക്രൈൻ യുദ്ധം കുറേ വർഷമായിട്ട് തുടരുന്നതാണ്. അത് സമാധാന ചർച്ചയിലൂടെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ട്രംപ് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതും കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നതാണ് ട്രംപ് വിചാരിക്കുന്നത്. ചർച്ചകളൊക്കെ നടക്കുന്ന ഇടയിൽ ഉക്രൈനിലെ കുറേ ഭാഗങ്ങൾ റഷ്യ പിടിച്ചടക്കി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്, ചില ഗ്രാമങ്ങളൊക്കെ. എന്താ അതിൻ്റെ കൂടുതൽ വിശദാംശം? തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധം പോരാട്ടം കനക്കുകയാണ്. പുതിയ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ റഷ്യ അവകാശവാദം ഉന്നയിക്കുന്നത്. അതായത് ഉക്രൈനിലെ കിഴക്കൻ മേഖലയിലുണ്ടായ റഷ്യൻ ആക്രമണം ഉക്രൈൻ്റെ കിഴക്കൻ മേഖലകളിൽ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ 2 ഗ്രാമങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ ഉക്രൈൻ പൂർണ്ണമായും തള്ളി. ഉക്രൈൻ സേന ഒരു ഗ്രാമം തിരികെ പിടിച്ചെടുത്തുവെന്ന് കീവ് അധികാരികൾ അറിയിച്ചു. അപ്പോൾ റഷ്യൻ സൈന്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കിഴക്കൻ ഉക്രൈനിലെ മുന്നണി പോരാട്ടത്തിൽ തങ്ങളുടെ സൈന്യത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഡൊണസ്ക് മേഖലയിലെ 2 പുതിയ ഗ്രാമങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. റഷ്യൻ മന്ത്രാലയം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇതാണ്. എന്നാൽ ഈ ഗ്രാമങ്ങളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയുടെ ഭാഗമായി പ്രഖ്യാപിച്ച ഡൊണസ്ക് മുഴുവൻ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുന്നതെന്നും മോസ്കോ ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ റഷ്യയുടെ അവകാശവാദങ്ങൾ നിഷേധിച്ച് ഉക്രൈൻ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റം സത്യമല്ലെന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യം ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്, അവർ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. റഷ്യൻ സൈന്യത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ലെന്നും മറിച്ച് ചില പ്രദേശങ്ങളിൽ ഉക്രൈൻ സൈന്യം തിരിച്ചടിച്ച ഒരു ഗ്രാമം തിരിച്ചടിച്ചുവെന്നും കീവ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ സാഹചര്യം മോശമാണ്. 2022 യുദ്ധം ആരംഭിച്ചത് മുതൽ ഡൊണസ്ക് മേഖല പ്രധാന പോരാട്ട കേന്ദ്രമാണ്. ദിവസേന വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങളും പീരങ്കി ഷെല്ലാക്രമണങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇരുപക്ഷവും ഗ്രാമങ്ങളുടെ നിയന്ത്രണത്തിലായി പിടിച്ചെടുക്കാനായും തിരികെ പിടിക്കാനുള്ള പോരാട്ടങ്ങൾ തുടരുന്നതായി സൈനിക നിരീക്ഷകർ പറയുന്നു. ഇത് സൈനികരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഈ പുതിയ സംഘർഷങ്ങളോട് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടാണ് പ്രതികരിക്കുന്നത്. ഉക്രൈന് കൂടുതൽ സൈനിക സഹായം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് നാറ്റോയും യൂറോപ്യൻ യൂണിയനും വീണ്ടും ആവശ്യപ്പെട്ടു. റഷ്യയുടെ ഈ നീക്കങ്ങൾ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും സംഘർഷം കൂടുതൽ വഷളാകാൻ കാരണമാകുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആഗോളതലത്തിലൊക്കെ നടക്കുന്നത്. അപ്പോൾ റഷ്യയും ഉക്രൈനും മാത്രം വിചാരിക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാവരും അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അതെ, നാറ്റോയും ഒക്കെ ഈ കാര്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കിഴക്കൻ ഉക്രൈനിലെ മുന്നണി പോരാട്ടത്തിൽ തങ്ങളുടെ സൈന്യത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. രണ്ടുപേരും അവരുടെ അവകാശവാദങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു, ഞങ്ങൾ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയും. തിരിച്ച് ഉക്രൈൻ പ്രതിരോധിച്ചുകൊണ്ട് പറയുന്നത് റഷ്യയുടെ അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഈ ഉക്രൈൻ അധികാരികൾ രംഗത്തെത്തുന്നത്. റഷ്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റം സത്യമല്ലെന്നാണ് സെലൻസ്കി പറയുന്നത്. നമ്മുടെ സൈന്യം ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്, റഷ്യൻ സൈന്യത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ലെന്നും മറിച്ച് ചില പ്രദേശങ്ങളിൽ ഉക്രൈൻ സൈന്യം തിരിച്ചടിച്ചൊരു ഗ്രാമം തിരികെ പിടിച്ചുവെന്നും ഇവരും വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പം അവകാശവാദങ്ങൾ ഒരുപാടുണ്ടാവും. ഞങ്ങളവിടെ ഇത്ര പേരെ വധിച്ചു, ഇത്ര ഏരിയ ഞങ്ങൾ പിടിച്ചടക്കി, ഇത്ര ഏരിയ ഞങ്ങൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ്. ഇപ്പോൾ യുക്രൈൻ യുദ്ധം മാത്രമല്ല, ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നടത്തുന്നത്. പക്ഷേ അതേസമയം ഇന്ത്യ ഒരു സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച് അറിയിച്ചിരുന്നല്ലോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എങ്ങനെയാണ് ആ യുദ്ധത്തെ നമ്മൾ അഭിമുഖീകരിച്ചത്, പാകിസ്ഥാൻ നമ്മളോട് ചെയ്തത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇതേപോലെ തന്നെ പാകിസ്ഥാനും വിവിധ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞ ഇന്ത്യ ഞങ്ങൾ നശിപ്പിച്ച് തീർത്തു കളഞ്ഞെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഇനി ഒന്നും ബാക്കിയില്ല, ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീർത്തു എന്നാണ് പറഞ്ഞത്. ഈ ഓരോ യുദ്ധം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും ഇരു രാജ്യങ്ങൾക്കും അവകാശവാദങ്ങൾ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവകാശവാദങ്ങൾ പറയുന്നതിന് ചിലവുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ത്യ ഒരു സിവിലിയനെ പോലും കൊല്ലാതെയാണ് അവിടെ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. കൃത്യമായിട്ട് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ബ്രഹ്മോസ് അയക്കുകയാണ് ചെയ്തത്. അപ്പം മാപ്പ് ചെയ്തിട്ട് വിട്ടാണ് അത്. കറക്റ്റ് ആ സ്പോട്ടിൽ പോയിട്ടാണ് ഈ സാധനം പൊട്ടുകയും ചെയ്തത്. പക്ഷേ അന്ന് മരിച്ച അവരെല്ലാം അവർക്ക് വലിയ ധീരദേശാഭിമാനികളായി മാറി എന്നുള്ളത് വേറെ സത്യമാണ്.
അവിടുത്തെ വലിയ രക്തസാക്ഷികൾ, അവരുടെ പാകിസ്ഥാനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത വലിയ രക്തസാക്ഷികളായിട്ടാണ് അവർ ആ പരിവേഷം കൊടുത്തിട്ടാണ് അവർ ആ ഭീകരവാദികളൊക്കെ മറവ് ചെയ്തത്. പക്ഷേ ഇന്ത്യ ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് അവരുടെ ഡാറ്റാസ് വെച്ച് തന്നെ അവതരിപ്പിച്ചു. ഇത് ഞങ്ങൾ വധിച്ചിട്ടുള്ളത് മുഴുവൻ ഭീകരവാദികളാണ്, സിവിലിയൻസിനെ കൊന്നിട്ടുള്ളത്. സെയിം കേസാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഉക്രൈനും റഷ്യയും തമ്മിലുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ചെയ്യുന്ന പണി എന്താ, ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ സിവിലിയൻസ് സൈന്യമായി മാറുന്നു, അവരെ കൊണ്ട് ഉക്രൈനിൻ്റെ അടുത്ത് യുദ്ധം നടത്തുന്നു. അപ്പോൾ ഇനി ഇവർക്ക് അവിടുന്ന് ഉക്രൈൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അത് സൈന്യമല്ല, ശരിക്കും അവർ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ഒരു വേറെ തന്നെയുള്ള ഒരു സേനയാണ്. യഥാർത്ഥ സൈനികർ കൊല്ലപ്പെട്ടില്ല, സൈനിക നാശനഷ്ടം ഇവർക്ക് ഉണ്ടാവുന്നില്ല. സാധാരണക്കാരെ സൈന്യത്തിലേക്ക് എടുക്കുന്നതാണ്. പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് ഒരുപാട് യുദ്ധസ്ഥലങ്ങളിൽ ഈ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അതായത് അന്നം വാങ്ങാൻ കാശില്ലാത്തവൻ എന്നാൽ മരണമെങ്കിൽ മരണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഈ അവസ്ഥ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേൽ ഈ പണി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കുറേ ആളുകളെ എടുത്തിട്ടുണ്ട്. ഈ എല്ലാ കാലഘട്ടങ്ങളിലും ഈ യുദ്ധത്തിന് ഇവരെല്ലാം ചെയ്യുന്നത് തന്നെയാണ്, സാധാരണ സിവിലിയൻസിനെ സൈനികരാക്കി മാറ്റുക, എന്നിട്ട് ആ യുദ്ധത്തിൽ കുറേ എണ്ണം അതിലെ അങ്ങ് പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ യുക്രൈനും ഇവരും തമ്മിൽ നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേർക്കും നാശനഷ്ടങ്ങളില്ല. രണ്ടുപേരും ഗ്രാമങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തേക്ക് വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സാധാരണക്കാരും പാവപ്പെട്ട ആളുകളുമാണ് ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത്. അല്ലാതുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ട് വരത്തില്ല. അവർ പിന്നീട് അഭയാർത്ഥികളായി രാജ്യം തോറും അലയേണ്ട സാധ്യതകൾ ആണ്. ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കും. പിന്നെ ഇവരെയും കൊണ്ട് ഭിക്ഷാടനത്തിന് പോലും പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. യുദ്ധം കൊണ്ട് ആർക്കും നല്ലതുണ്ടാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കും. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പേരെ കൊന്നത്, നിങ്ങളാണ് കൊന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ ഭീകരത അറിയാത്തതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ആ ഭീകരത അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഒരു സൈറൺ മുഴങ്ങി അപ്പം ബങ്കറിലേക്ക് പോകണം, അടുത്ത് വരാൻ പോണത് മിസൈലാണ്. അപ്പോൾ അത് എവിടെ വഴി പൊട്ടുന്നു, നമ്മുടെ നെഞ്ചത്തേക്കാണ് വരുന്നത്. ഇന്ന് കണ്ട ആളെ നാളെ കാണൂല കൂടെ. അപ്പോൾ അത്രയും ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് രാജ്യങ്ങൾ 2022 തുടങ്ങിയ യുദ്ധമാണിത്. 3 വർഷം അവസാനിക്കാൻ പോകുന്നത്. ഈ 3 വർഷം അവസാനിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കും, എത്ര ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര ആളുകളുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും ഈ ഭീകരതയൊന്നും അത് അനുഭവിക്കാത്ത ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഭീകരത ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യ വളരെ കരുതലോടുകൂടിയുള്ള സമീപനം എടുത്തതുകൊണ്ടാണ് ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ അതിന് മുമ്പ് പഹൽഗാമിൽ ഉണ്ടായ ഇതിൽ നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. മതം ചോദിച്ചും ഒക്കെ കൊല്ലപ്പെടുന്നത്. അതായത് 15 ദിവസത്തെ ഹണിമൂണിന് പോയതിൽ ആ ഭർത്താവ് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഉദ്ധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ജനവാസ മേഖലയിലോ സൈനികരെയോ ഒന്നും ആക്രമിക്കാതെ ഭീകരനെയും ഭീകരവാദ കേന്ദ്രങ്ങളുമാണ് തകർത്തത്. ആ രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സാധാരണക്കാരെയും പാവങ്ങളെയും ആക്രമിക്കുന്ന ഈ യുദ്ധ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. അതെല്ലാ രാജ്യങ്ങളും ചേർന്നൊരു തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണ്.